മറ്റുള്ള കളി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. സൂപ്പർ. അടിപൊളി ചെമ്പല്ലി 3 കിലോ. ഇത് പാരമീൻ, ഇത് പുന്നാരം, ഇത് ഹമൂറ്, ഇത് ശേരി. ചെമ്പല്ലിയുണ്ട്, കുറുവല ഉണ്ട്, പാരമീനുണ്ട്. നമ്മൾ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ഫ്രഷ് മീനാണെങ്കിൽ ലൈവായിട്ട് റെഡിയാക്കി തരുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് ഗൈസ് എന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല അടിപൊളി സീ ഫുഡ് റെസ്റ്റോറന്റ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, വിഴിഞ്ഞം സീ ഫുഡ് റെസ്റ്റോറന്റ് നോക്കി വെച്ചോ മച്ചാമാരെ. വിഴിഞ്ഞം സീ ഫുഡ് റെസ്റ്റോറന്റ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ വിഴിഞ്ഞത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സീ ഫുഡ് റെസ്റ്റോറന്റ് കാണും. പക്ഷേ ഏത് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും എല്ലാവരുടെയും മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത് റേറ്റ് കൂടുതൽ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്ന സീ ഫുഡ് റെസ്റ്റോറൻറ്റ് വിഴിഞ്ഞത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അതായത് വിഴിഞ്ഞം സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിതമായ റേറ്റും അതോടൊപ്പം തന്നെ നല്ല സ്പെഷ്യലായിട്ടുള്ള വിഴിഞ്ഞം തനതായ കുക്കിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മീനാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ അവരെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മസാല എല്ലാം ഇട്ട് നമുക്ക് ഏത് രീതിയിലും ഫ്രൈ ചെയ്യണോ, റോസ്റ്റ് ചെയ്യണോ, ടോസ്റ്റ് ചെയ്യണോ, ഗ്രില്ല് ചെയ്യണോ, തവ ചെയ്യണോ, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവർ റെഡിയാക്കി നമ്മുടെ കൺമുമ്പിൽ തന്നെ കൊണ്ടുവച്ച് തരും. പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമ വേണം. ഒരു അരമണിക്കൂർ മുമ്പ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് മീനുകളൊക്കെ ആണെങ്കിൽ റെഡിയാക്കി കൊണ്ടുതരുള്ളൂ. കുറച്ച് ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ അത്തരത്തിൽ ഞാൻ നല്ല അടിപൊളി ചെമ്പല്ലി, ഏകദേശം ഒരു 3 കിലോ ചെമ്പല്ലി റെഡിയാക്കി കൊണ്ടുവന്നതിൻ്റെ പുറത്ത് കൂടെ ആണെങ്കിൽ നല്ല രീതിയിൽ നാരങ്ങ ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം പതുക്കെ ഇതുപോലെ മസാല ഉള്ള ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കണം. എൻ്റെ പൊന്നെണ്ണ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അതോടൊപ്പം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മസാല ഇട്ടുള്ള ഭാഗത്തിന് മാത്രമല്ല ബാക്കിയുള്ള ഭാഗത്തിനും വേറൊരു ടേസ്റ്റ് കൂടെയാണ്. അപ്പോൾ വിഴിഞ്ഞത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് ചെമ്പല്ല് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് തരുന്നതാണ്. അതിലെ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നത് പുന്നാരമീൻ ഫ്രൈ ചെയ്തത്. പുന്നാരമീൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് കുറേ വിഴിഞ്ഞം സ്പെഷ്യൽ മസാലയൊക്കെ ആണെങ്കിൽ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഭാഗത്തുനിന്ന് നല്ല ചൂടുണ്ട്, അവിടെ നിന്ന് കുറച്ച് ഒരു പോർഷൻസ് എടുത്ത് പതുക്കെ വായിൽ വെച്ച് കഴിഞ്ഞാൽ വായിലങ്ങ് അലിഞ്ഞങ്ങ് പൊയ്ക്കോളും. യാതൊരുവിധ പ്രശ്നമില്ല. കുറച്ച് മസാലയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിലോ അല്ലാതെയോ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ പൊന്നാര മീനാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം ഒരു 1.5 കിലോ അടുപ്പിച്ചിട്ട് വരുന്ന പൊന്നാര മീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ മീൻ മാത്രം കഴിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണെങ്കിൽ ഇനി ത്തിന്റെ പുറത്താണ് കുറച്ച് കൂന്തൽ ഫ്രൈയും കൂടെ ചേർത്തിട്ട് റോൾ ചെയ്ത് കഴിക്കാമെന്ന് കരുതി ഗൈസ്. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു 3-4 അപ്പവും കൂന്തൽ ഫ്രൈയും കഴിച്ചിരിക്കും, ഞാൻ ഗ്യാരണ്ടി ഗൈസ്. അടുത്തതായിട്ട് ഒരു പൊറോട്ടയാണ് എടുത്തത്. പൊറോട്ടയുടെ പുറത്ത് കൂടെ ഒരു 2 കൊഞ്ചും കൂടെ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കഴിക്കണം. ഇതും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തവണ ഇത് ട്രൈ ചെയ്തിരിക്കണം. കൊഞ്ചൊക്കെയാണെങ്കിൽ ഓരോന്ന് കഴിക്കുന്ന സമയത്തിന് നല്ല കറുമുറാന്ന് നല്ല രീതിയിൽ സൗണ്ട് വരും. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രാബ്സ് ആണ്. നല്ല വലിയ സൈസ് ക്രാബ്സ് എന്നെ കിട്ടിയിട്ടുണ്ട്. ആ ക്രാബ്സ് ഒക്കെ ആണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ മസാല ഉള്ള ഭാഗവും അതിൻ്റെ മസിൽസ് ഉള്ള ഭാഗവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കഴിക്കണം. കറുമുറാന്നുള്ള സൗണ്ടും അതോടൊപ്പം ആ ഒരു വിഴിഞ്ഞം തനതായ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെണ്ണ അടിപൊളി. ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇലയിൽ പൊള്ളിച്ചിട്ടുള്ള ഒരു 3.5 കിലോ വെയിറ്റ് ഉള്ള ചെമ്പല്ലിയാണ് കേസ്. ആ ഒരു ഇല ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് വരുന്ന ഒരു ആവിയുണ്ട്, എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ല, അടിപൊളി. അതിന് ശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊടാൻ പോലും പറ്റത്തില്ല, അത്രയും മാത്രം ചൂട്. മസാല ഉള്ള ഭാഗത്തുനിന്ന് കുറച്ച് ഇതുപോലെ മസിൽസ് എടുത്തിട്ട് നേരെ വായിലോട്ട് വച്ചാൽ മാത്രം മതി. ഫുള്ളും ഒറ്റ ഇരിപ്പിന് തന്നെ എനിക്ക് കഴിച്ചു തീർക്കാനുള്ള വിശപ്പ് ഉണ്ടെങ്കിലും എല്ലാവർക്കും കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്തു. മസാല ഉള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു വെറൈറ്റി ഡിഷാണ് ഇതുപോലെ ഇലയിൽ പൊള്ളിച്ചെടുക്കുന്ന ഒരു മീൻ. ഒരു രക്ഷയില്ലായിരിക്കും,
അടിപൊളിയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, അതായത് നമ്മുടെ മക്കളെല്ലാവരും കൂടെ റയാനും റിസ്വാനും ഇർഫാനും നസറിനും എല്ലാവരും കൂടെ ചേർത്തിട്ടാണ് ബാക്കിയുള്ള ആ ഒരു ഇലയിൽ പൊള്ളിച്ചിട്ടുള്ള മീൻ കഴിക്കുന്ന ഒരു പുറപ്പാടിലാണ് കേസ്. അതോടൊപ്പം നമ്മുടെ മമ്മിയും കൂടെ ആണെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കി. മമ്മിക്കും അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വാപ്പയാണെങ്കിൽ അസ്യൂഷ്വലി ഇതൊക്കെ ആണെങ്കിൽ ലാവിഷായിട്ട് കഴിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വാപ്പാക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. വാപ്പ നല്ല രീതിയിൽ തന്നെ അതും കഴിച്ചു. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പുന്നാരമീൻ്റെ ഫ്രൈ, അതും നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റത്തെ നമ്മുടെ ഗ്രില്ലായിട്ടുള്ള ഒരു വലിയ സൈസ് ഒരു ചെമ്പല്ലി ഉണ്ടായിരുന്നില്ല, ആ ഒരു ചെമ്പല്ലിയുടെ ബാലൻസും കൂടെ തീർത്തതിന് ശേഷം ദാ ഗോലി സോഡ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കുടിച്ചതിന് ശേഷം നമുക്ക് പോകാം. ഗോലി സോഡ ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ്, എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ ട്രിവാൻഡ്രത്ത് മുഹിയുദ്ദീൻ പള്ളിയുടെ തൊട്ട് താഴെ ആയിട്ടുള്ള വിഴിഞ്ഞം സീ ഫുഡ് റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് യുവർ മിഗ്ദാദ്. ബൈ ബൈ.